നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമാം സുയൂത്ത് റഹിമഹുല്ലാഹു ഈ ഗ്രന്ഥം രചിക്കാനുള്ള കാരണം മാലിക്കി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ റബീഉൽ അവ്വൽ 12 നബിദിനാഘോഷം എന്ന പേരിൽ ഒരു നിലക്കും പ്രത്യേകിച്ച് ഒരു കർമ്മം ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ സംസാരിക്കുകയും, കാരണം മാലിക്കി മദ്ഹബിൽ അങ്ങനെ ഒരു ബിദ്അത്ത് ഹസനത്ത് എന്ന പ്രയോഗം തന്നെ നടത്താൻ പാടില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുല്ലു ബിദ്അത്തിൻ വലാല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ വകയിൽ അതിൽ ചിലതിനെ ഒഴിവാക്കാൻ വകുപ്പില്ല എന്ന ഇമാം മാലിക് റഹിമഹുല്ലാഹുവിന്റെ അഭിപ്രായ പ്രകാരം മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാർ ഒരു നിലക്കും ഇത് അനുവദനീയമല്ല, അങ്ങനെ മൗലിദാഘോഷം എന്ന പേരിൽ ഒരു പരിപാടിയും നടത്താൻ പറ്റില്ല എന്ന് അടക്കി ആക്ഷേപിച്ചപ്പോൾ അതിനെതിരെയാണ് ഇമാം സുയൂത്ത് റഹിമഹുല്ലാഹു ഗ്രന്ഥ രചന നടത്തിയത്. അപ്പോൾ അതിന്റെ ഭാഗമായി ഹിജറ 654 ജനിച്ച് 734 വഫാത്തായ മാലിക്കി മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതൻ താജുദ്ദീൻ ഫാക്കിഹാനി എന്നറിയപ്പെടുന്ന മഹാനവറുകളുടെ ഒരു ഫത്വയും അതിന്റെ മറുപടിയും ഈ ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി റഹിമഹുല്ല ഉൾപ്പെടുത്തി. ആ ഫാക്കിഹാനി റഹിമഹുല്ലാഹുവിന്റെ ന്യായങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം. അതിന് ബഹുമാനപ്പെട്ടവർ പറയുന്ന മറുപടി എങ്ങനെയുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഷെയ്ഖ് താജുദ്ദീൻ ഉമർ ഇബ്നു അലി അൽ മഷ്ഹൂർ ബിൽ ഫാക്കിഹാനി, ഫാക്കിഹാനി എന്നറിയപ്പെടുന്ന ഷെയ്ഖ് താജുദ്ദീൻ വാദിച്ചു ഈ മുതാഖിരിൽ മാലിക്കി പണ്ഡിതന്മാരിൽ മുതാഖിരീങ്ങളിൽപ്പെട്ട അന്ന അമലൽ മൗലിദി ബിദ്അത്തും മദ്മൂമ, മൗലിദാഘോഷം എല്ലാ നിലക്കും ആക്ഷേപാർഹമായ അനാചാരമാകുന്നു. വഅല്ലഫ ഫീ ദാലിക കിതാബൻ സമ്മാഹു അൽ മൗലിദു ഫിൽ കലാമി അലാ അമലിൽ മൗലിദ്, അൽ മൗലിദു ഫിൽ കലാമി അലാ അമലിൽ മൗലിദ് എന്ന പേരിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചു. വഅന അസൂഖു ഹുനാ വഅതകല്ലമു അലൈഹി ഹർഫൻ ഹർഫൻ, ഞാൻ ആ ഗ്രന്ഥം പൂർണ്ണമായും ഇവിടെ കൊണ്ടുവന്ന് അതിനെ അക്ഷരം പ്രതി മറുപടി പറയുന്നു എന്നാണ് സുയൂത്തി ഇമാം റഹിമഹുല്ല പറയുന്നത്. ആ കിതാബിന്റെ ഉദ്ധരണി എന്താണ് ബഹുമാനപ്പെട്ട ഫാക്കിഹാനി ഇമാം പറഞ്ഞത് എന്നത് നമുക്കും കേൾക്കാം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിത്തിബാഇ സയ്യിദിൽ മുർസലീൻ, മുർസലീങ്ങളുടെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റാൻ നമുക്ക് വഴി കാണിച്ചു തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. സാലിഹീങ്ങളായ മുൻഗാമികളുടെ വഴി പിൻപറ്റൽ തന്നെ നമുക്ക് മതിയാക്കി തന്നു. അഥവാ അവരുടെ വഴിയല്ലാതെ മറ്റൊരു വഴി തേടേണ്ട ആവശ്യമില്ലാത്ത നിലയ്ക്ക് നല്ല ഒരു വഴി അള്ളാഹു നമുക്ക് കാണിച്ചു തന്നു. ഹത്തം തലാത്തു ഖുലൂബിനാ ബി അൻവാരി ഇൽമി ശറഈ, ശറഇന്റെ പ്രകാശങ്ങളെ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ അള്ളാഹു നിറച്ചു. തഖറ സറാഇറനാ മിൻ ഹദസിൽ ഹവാദിസ് വൽ ഇബ്തിദാഇ ഫി ദീനി, ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് തൊട്ടും പുത്തനാശയങ്ങൾ കടത്തിക്കൂട്ടുന്നതിനെ തൊട്ടും നമ്മുടെ ഹൃദയത്തെ അള്ളാഹു ശുദ്ധിയാക്കി. യഖീനാകുന്ന നൂറ് കൊണ്ട്, പ്രകാശം കൊണ്ട് നമുക്ക് അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്തതിന് ഞാൻ ഒരിക്കൽ കൂടി അള്ളാഹുവിന് സ്തുതി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തുൽ കിറാമും താബിഈങ്ങളും ഉൾപ്പെടെയുള്ള ഒരു വലിയ ഒരു വഴിയിലൂടെ നമുക്ക് ഒരു മാർഗം കാണിച്ചു തന്നു. ആ മാർഗം പിടിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു തന്നതിന് നാം അള്ളാഹുവിന് നന്ദിയും ചെയ്യുന്നു. വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി ത്വഹറാത്തുൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ സലാത്തുൻ ദായിമത്തുൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഫാക്കിഹാനി ഇമാം അൽ മൗലിദ് ഫിൽ കലാമി അലാ അമലിൽ മൗലിദ് എന്ന ഗ്രന്ഥ രചനയ്ക്കുണ്ടായ കാരണം വിവരിക്കുന്നു. ഫൈനു തഖററ സുആലു ജമാഅത്ത് മിനൽ മുബാറക്കീന അനിൽ ഇജ്തിമാഇ അല്ലദീ യഅമലുഹു ബഅദുൻ നാസ് ഫീ ശഹ്രി റബീഉൽ അവ്വൽ വയസമ്മുനഹു അൽ മൗലിദ്. മൗലിദ് എന്ന് പേരും വെച്ചുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ ചില ആളുകൾ നടത്തുന്ന ആഘോഷത്തെ കുറിച്ച് ചില സുഹൃത്തുക്കൾ എന്നോട് പല പ്രാവശ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലഹു അസ്ലുൻ ഫി ശറഈ, ശറഈൽ അതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ? അം ഹുവ ബിദ്അത്തുൻ വ ഹദസുൻ ഫി ദീനി, അല്ലെങ്കിൽ ദീനിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കി പുത്തനാശയം കടത്തിക്കൂട്ടലാണോ? ഖസദുൽ ജവാബാൻ ദാലിക മുബയ്യൻ, അവർ ഏതെങ്കിലും ഒരു ഒഴുക്കമട്ടത്തിലുള്ള മറുപടിയല്ല, ശരിയായ നിലക്ക് തെളിവ് സഹിതമുള്ള മറുപടിയാണ് അവർ ഉദ്ദേശിച്ചത്. അതിനെ വ്യക്തമായ ഒരു വിശദീകരണവും അവർ ആഗ്രഹിച്ചു. അതിന്റെ മറുപടി ആയിക്കൊണ്ട് ഞാൻ പറയുന്നു, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബി വലാ സുന്ന, പരിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലോ ഈ മൗലിദ് ആഘോഷത്തിന് ഒരടിസ്ഥാനവും എനിക്കറിയില്ല. വലാ യുൻഖലു അമലുഹു അൻ അഹദി മിൻ ഉലമാഇൽ ഉമ്മത്തിൽ ലദീന ഹുമുൽ ഖുദവത്തു ഫി ദീനി അൽ മുതമസ്സിഖൂന ബി ആസാരിൽ മുതഖദ്ദിമീന, മുൻഗാമികളുടെ വഴി മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സമുദായത്തിലെ പണ്ഡിതന്മാരിൽ നിന്ന് ഒരാളും ഇങ്ങനെ ഒരു കർമ്മം ചെയ്തതായി ഉദ്ധരിക്കപ്പെട്ടിട്ടും ഇല്ല. പിന്നെ ബൽ ഹുവ ബിദ്അത്തുൻ അഹദ സഹൽ ബത്താലുന,
ചില ബാത്തിലിന്റെ ആളുകൾ ഉണ്ടാക്കി തീർത്ത അനാചാരമാണിത്. അക്കാലൂന, ചില തീറ്റക്കൊതിയന്മാർ അവരുടെ മനസ്സിനൊപ്പിച്ചുണ്ടാക്കിയ ചില വൈകാരികതകളുമാണിത്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. ബിദലീലി അന്ന ഇതാ അദർന അലൈഹിൽ അഹ്കാമുൽ ഖംസ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ 5 നിയമങ്ങളിൽ ഓരോ നിയമവും ഈ മൗലിദാഘോഷത്തിന്റെ മുകളിൽ വെച്ചു നോക്കിയാൽ കുൽന, നമ്മൾ പറയും ഇമ്മ അയ്യക്കുന വാജിബൻ, ഒന്നുകിൽ ഈ മൗലിദാഘോഷം ഒരു നിർബന്ധമായ കാര്യമാണ്. എല്ലാ മുസ്ലിമീങ്ങളും റബീഉൽ അവ്വൽ 12 ആകുമ്പോൾ നിർബന്ധമായും നടത്തേണ്ട ഒരു കർമ്മമായിരിക്കണം മൗലിദാഘോഷം. അത് മന്ദൂബൻ, അല്ലെങ്കിൽ നിർബന്ധമല്ല, സുന്നത്തായ പ്രവാത്തിബ് സംസ്കാരങ്ങളൊക്കെ പോലെ സുന്നത്തായ കാര്യമായിരിക്കണം. അത് മുബാഹൻ, അല്ലെങ്കിൽ ചെയ്യൽ നിർബന്ധമായ വാജിബായ കാര്യവും അല്ല, ചെയ്താൽ കൂലി കിട്ടും, ചെയ്തില്ലെങ്കിൽ കുറ്റമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ള മന്ദൂബായ കാര്യമായിരിക്കണം. അത് മുബാഹൻ, ഇനി ചെയ്താലും കുറ്റമില്ല, ഉപേക്ഷിച്ചാലും കുറ്റമില്ല, ചെയ്തില്ലെങ്കിലും ശിക്ഷയില്ല, ചെയ്താലും ശിക്ഷയില്ല, അങ്ങനെയുള്ള ഒരു മുബാഹായ കാര്യമായിരിക്കണം. അത് മക്രൂഹൻ, അല്ലെങ്കിൽ ചെയ്താൽ ശിക്ഷയില്ലാത്ത, ഉപേക്ഷിച്ചാൽ കൂലി കിട്ടുന്ന, വെറുക്കപ്പെടുന്ന മക്രൂഹായ കാര്യങ്ങളിൽ പെട്ടതാവണം. അത് മുഹറമൽ, അല്ലെങ്കിൽ ചെയ്താൽ ശിക്ഷയുള്ള, ഒഴിവാക്കിയാൽ കൂലി കിട്ടുന്ന ഹറാമായ ഗണത്തിൽ പെടണം. അപ്പൊ ഈ 5 നിയമങ്ങളാണ് സാധാരണ മനുഷ്യന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നാം വിധി പറയാറ്. അപ്പൊ ഈ 5ഉം ഈ നബിദിനാഘോഷത്തിന്റെ മുകളിൽ വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും, വലൈസ ബി വാജിബിൻ ഇജ്മാഅൻ, മൗലിദാഘോഷം എന്നത് നിർബന്ധം അല്ല എന്നതിൽ ലോകത്തൊരാൾക്കും തർക്കമില്ല. അത് ചെയ്യാതിരുന്നാൽ കുറ്റം കിട്ടുമെന്ന് ലോകത്ത് അന്തമുള്ള ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്ന് മറ്റൊരു വിഷയം. ഈ ഉലമായിലും അന്തമുള്ള ആളുകൾക്കും അങ്ങനെ ഒരു ചിന്ത തന്നെ ഉണ്ടാവില്ല. വലാ മന്ദൂബൻ, ചെയ്താൽ കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ മന്ദൂബായ കാര്യവും അല്ല ഈ റബീഉൽ അവ്വൽ 12. എന്തുകൊണ്ട്? ലിഅന്ന ഹഖീഖത്തുൽ മന്ദൂബി മാ ത്വലബു ശറഉ മിൻ ഗൈരി ദമ്മിൻ അലാ തർക്കിഹി, ഉപേക്ഷിക്കുന്നതിന് ആക്ഷേപമൊന്നും ഇല്ലാത്ത രൂപത്തിൽ ശറഅ് നമ്മളോട് ആവശ്യപ്പെടണം. അല്ലാഹുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ തങ്ങളോ നമ്മളോട് ആവശ്യപ്പെടണം, നിങ്ങൾ അത് ചെയ്യണം. ഉദാഹരണത്തിന് ളുഹർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം എന്ന് ശറഅ് നമ്മളോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് നിർദ്ദേശിച്ചത് കൊണ്ടാണ് ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കാരം സുന്നത്താണ്, മന്ദൂബാണ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു തേട്ടം ശാരിഅന്റെ വക്കൽ നിന്ന് ഈ റബീഉൽ അവ്വൽ 12 സംബന്ധിച്ച് വന്നിട്ടില്ല. അങ്ങനെ പറയാൻ, തൊലബുണ്ട് എന്ന് പറയാൻ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പറ്റില്ല. എന്തുകൊണ്ട്? അങ്ങനെ സ്വന്തം നമ്മുടെ വകയായി ഒരു കാര്യം ചെയ്താൽ കൂലി കിട്ടുമെന്ന് പറയാൻ നമുക്ക് ശാരീ അനുവാദം തന്നിട്ടില്ല, നമുക്ക് അങ്ങനെ അറിയിപ്പ് തന്നിട്ടില്ല. വലാ ഫാലഹു സഹാബത്തു, സഹാബത്തുൽ കിറാമിൽ നിന്ന് ഒരാളും തന്നെ റബീഉൽ അവ്വൽ 12 ഇങ്ങനെ ഒരു ആഘോഷം നടത്തിയിട്ടില്ല. സുന്നത്താണെങ്കിൽ ചെയ്താൽ കൂലി കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ സഹാബത്തുൽ കിറാം അത് ചെയ്യാതിരിക്കില്ലല്ലോ. ബുദ്ധിയുള്ള ആർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു പരിപാടിയിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവൻ കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത സഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഒരു സൽക്കർമ്മം സുന്നത്താണെന്ന് ശറഅ് നിർദ്ദേശിച്ചിട്ട് അത് ചെയ്തില്ല എന്ന് പറയാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല. വല താബിഊന, താബിഈങ്ങളായ ഒരാളും അങ്ങനെ ചെയ്തിട്ടില്ല. അല്ല മുതദയ്യിനൂന ഫീമാ അലിംതു, ഞാൻ അറിഞ്ഞിടത്തോളം മതചിട്ടയിൽ ജീവിച്ച താബിഈങ്ങൾ ആരും തന്നെ ചെയ്തിട്ടില്ല. മതചിട്ടയ്ക്ക് വിരുദ്ധമായി ചില പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ ഉണ്ടാവും, അവരെ നാം പരിഗണിക്കേണ്ടതില്ല എന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹു പഠിപ്പിച്ചു തന്നത് നാം ഇഹ്യാ ഉലൂമുദ്ദീൻ ക്ലാസിന്റെ തുടക്കത്തിൽ നാം വിവരിച്ചിട്ടുണ്ട്. ജവാബി അൻഹു ബൈന യദൈല്ലാഹി തആല ഇൻ അൻഹു സുൽത്തു, എന്നോട് മഹ്ശറയിൽ വെച്ച് അള്ളാഹു ചോദിച്ചാല് ഞാൻ ഇതാ മറുപടി പറയും. റബീഉൽ അവ്വൽ 12 നബിദിനാഘോഷം നടത്തൽ നിർബന്ധമാണ് എന്ന് പറയാൻ ഒരു വകുപ്പും ഇല്ല, സുന്നത്താണ് എന്ന് പറയാനും വകുപ്പില്ല. കാരണം അങ്ങനെ സുന്നത്താവണമെങ്കിൽ ശാരീന്റെ വാക്കിൽ നിന്ന് നിർദ്ദേശം വരണം. അങ്ങനെ ശാരീന്റെ വാക്കിൽ നിന്ന് നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ അത് സഹാബത്തുൽ കിറാമും താബിഈങ്ങളും അവഗണിക്കില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളവ് പറയില്ല എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളവ് പറയുന്ന ആളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് സഹാബത്തുൽ കിറാമിനെയൊക്കെ അവഗണിക്കും. കാരണം അവർക്കൊന്നും നബി തങ്ങളോട് സ്നേഹമില്ല എന്നൊക്കെ
വരുന്ന രൂപത്തിലാണല്ലോ നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാരുടെ ചില പ്രയോഗങ്ങൾ. കാരണം റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും നബിദിനാഘോഷം നടത്തും എന്ന് ചില വിവരമില്ലാത്ത ആളുകൾ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പോകുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ റബീഉൽ അവ്വൽ 12-ന് നബിദിനാഘോഷം നടത്താത്ത ആളുകൾക്കൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമില്ല എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാം പ്രതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, രണ്ടാം പ്രതി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് സഹാബത്തുൽ കിറാം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ലോകത്ത് വരുന്ന സർവ്വജനങ്ങളും അതിൽ പെടുന്നത്. കാരണം അവരാണ് ഇങ്ങനെ നടത്താതെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് വഹാദാ ജവാബി അനു ബൈന യദൈല്ലാഹി തആല ഇൻ അനു സുൽത്തു, അള്ളാഹു എന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ഇതായിരിക്കും എന്റെ മറുപടി. ഇനി വലാ ജായിസൻ യകൂന മുബാഹ, ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയോ ശിക്ഷയോ ഇല്ലാത്ത ഒരു അനുവദനീയമായ കാര്യമാണ് എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ വെള്ളം കുടിക്കുന്നത് പോലെ ജീവൻ നഷ്ടപ്പെടുമെന്ന സാഹചര്യമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒരാൾ കുടിച്ചു, ആ കുടിച്ച വകയിൽ അവന് പ്രത്യേകിച്ച് കൂലി കിട്ടൂല, കുടിക്കാതിരുന്ന വകയിൽ കുറ്റം കിട്ടുമോ? അതും ഉണ്ടാവില്ല. അവനാണ് മുബാഹ് എന്ന് പറയുന്നത്. അപ്പൊ മുബാഹായ കാര്യമാകാൻ ഇത് പറ്റൂല. എന്തുകൊണ്ട്? ഇത് മതത്തിലെ ഒരു അനുഷ്ഠാനമാണ്, ഇത് മതാചാരമായി കൊണ്ടു നടക്കേണ്ട ഒരു ഇബാദത്താണ് എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യൽ ലൈസ മുബാഹൻ, അത് അനുവദനീയമല്ല. ഇജ്മാഇൽ മുസ്ലിമീന, അതിൽ മുസ്ലിമീങ്ങൾക്ക് ഒരാൾക്കും തർക്കമില്ല. മുസ്ലിമാണോ അവന് തർക്കമില്ലാത്തൊരു വിഷയമാണ് ദീനിൽ പുതിയതായി ഒരു കാര്യം കൊണ്ടുവരിക എന്നത് അനുവദനീയമല്ല എന്നത്. പിന്നെ ദീനല്ലാത്ത നിലക്ക് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മതത്തിന്റെ പ്രത്യേക നിർദ്ദേശമുള്ളതല്ല എന്ന നിലക്ക് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. അത് പെട്ടതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉദാഹരണം പറഞ്ഞ ഒരു വിഷയം. മൊത്തത്തിൽ പൊതുവായി ആമായ നിലക്ക് മതം നിർദ്ദേശിച്ച കാര്യമാണെങ്കിൽ പോലും ഇത് ഈ സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് മതം നിർദ്ദേശിച്ചതാണ് എന്ന് പറയുമ്പോൾ അത് ദീനിന്റെ ഭാഗമായി. അതൊന്നുമല്ല, മൊത്തത്തിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ സുന്നത്തായ കാര്യമാണെങ്കിൽ ആ മൊത്തത്തിൽ ചെയ്യുക എന്ന നിലക്കല്ലാതെ അതിനെ ഒരു പ്രത്യേക സമയമോ സ്ഥലമോ സന്ദർഭമോ നമ്മുടെ വകയായി നിർദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് ദീനിലേക്ക് പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടലാണ്. അത് ലൈസ മുബാഹം ബി ഇജ്മാഇൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ ഇജ്മാഅ് കൊണ്ട് അത് അനുവദനീയമല്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പല പ്രാവശ്യം സലത്തുർ റഗായിബ്, ഹഖീഖത്ത് നടത്തുന്ന ദിവസത്തെ സൂറത്തുൽ അൻആമത്ത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ എല്ലാ മദ്ഹബും ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ മുഴുവനും എതിർത്തിട്ടുള്ളത്. ഇനി വലം യബ്ക ഇല്ലാ യകുന മക്റൂഹൻ ഔ ഹറാമൻ. ഇപ്പൊ ഈ 5 വിധികളിൽ നിന്നും നിർബന്ധമാണെന്നും പറയാൻ പറ്റില്ല, സുന്നത്താണെന്നും പറയാൻ പറ്റില്ല, മുബാഹാണെന്നും പറയാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ളത് ഒന്നുകിൽ ഇത് വെറുക്കപ്പെട്ടതാവണം, ഔ ഹറാമൻ, അല്ലെങ്കിൽ നിഷിദ്ധമായ കാര്യമാവണം. വഹീനൈദി യകൂനുൽ കലാമു ഫീ ഫസ്ലൈനി, 2 വിഭാഗമായി തിരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. വത്തഫ്രീഖത്തു ബൈന ഹാലൈനി, 2 അവസ്ഥകളിൽ 2 ഹുക്ം ഇതിന് വരാനിടയുണ്ട്. ആ 2 അവസ്ഥ ഏതൊക്കെയാണ് എന്നത് നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. അല്ലാഹു സത്യം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോയി മഹ്ശറയിൽ വെച്ച് കുടുങ്ങുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ.